ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ സ്കൂളിലെ കായിക മേഖലയിലുള്ള വിദ്യാർത്ഥികൾ വളരെ അസൂയാർഹമായിട്ടുള്ള വിജയമാണ് നമ്മുടെ സ്കൂളിനായിട്ട് നേടിത്തന്നത്. ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഉന്നതമായിട്ടുള്ള വിജയം നേടിയ ഓരോ കായിക പ്രതിഭയെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി വരുന്ന സബ് ജില്ലാ തലത്തിലുള്ള മത്സരങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന ജില്ലാ മത്സരങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് കൂടുതൽ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഈ പരിപാടി അവസാനിക്കുന്ന കാലത്ത് നമ്മുടെ സ്ഥാപനം സംസ്ഥാന തലത്തിൽ കലോത്സവത്തിൽ മികച്ചു നിന്നൊരു സ്ഥാപനമായിരുന്നു. ആ ഉന്നതിയിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തിച്ചേരണം. അതിനുള്ള പരിശ്രമം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരും നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി കലോത്സവങ്ങളുടെ കാലമാണ്. സ്കൂളിലെ കലോത്സവം കഴിഞ്ഞാൽ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ സബ് ജില്ലാ തലത്തിലുണ്ടാകും, ജില്ലാ തലത്തിലുണ്ടാകും, സംസ്ഥാന തലത്തിലുണ്ടാകും. അവിടെയൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി പങ്കെടുക്കുകയും നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ നാടിന്റെയും ഒക്കെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലേ? കുട്ടികളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കല എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളിലും വളരെയേറെ ചിന്തോദ്ദീപകമായി അവർക്ക് നേതൃത്വം കൊടുക്കുവാനും അല്ലെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുവാനും കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കല. കലാകാരന്മാരെന്ന് ലോകത്ത് നിർവഹിക്കുന്ന ദൗത്യം ചെറുതല്ല. നമുക്ക് വിമർശിക്കണമെങ്കിൽ കലയിലൂടെ വിമർശിക്കാം. കൃത്യമായി സത്യം തുറന്നു പറയണമെങ്കിൽ കലയുടെ വളരെ മനോഹരമായി തുറന്നു പറയാം. നേരിട്ട് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് കരുതുന്നിടത്ത് കലയിലൂടെ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അത് വളരെ നന്നായി കാര്യങ്ങൾക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കുവാനും തിരുത്തേണ്ടവർക്ക് തിരുത്താനും ഉപകരിക്കുന്ന വിധത്തിൽ നമുക്ക് കലയെ കൊണ്ടുപോകാൻ സാധിക്കും. എഴുത്ത് വലിയ കലയാണ്. അതുപോലെ നമ്മൾ പ്രകടിപ്പിക്കുന്ന അഭ്യാസങ്ങൾ വലിയ കലയാണ്. നമ്മുടെ ഗാനം പാട്ട് പാടുന്നത് വലിയ കലയാണ്. വരക്കുന്നത് കലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കലാബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാമ ഇക്ബാൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, മൂസയുടെ വടിയുടെ പ്രഹരം സൃഷ്ടിക്കാത്ത കലയെന്ത്? കലയെന്ന് കലാകാരന്മാരോട് ഇങ്ങനെ പറയാം, നിങ്ങളുടെ കലകൾ കൊണ്ടെന്ത് പ്രയോജനം? കല എന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരിക ബോധത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. നല്ല കലകളാകണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ല മൂല്യമുള്ള കലാബോധത്തിന്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറണം. ഏത് കലയിലും നമുക്ക് മൂല്യം കൊണ്ടുവരാൻ സാധിക്കും, മൂല്യമില്ലാതെ പോകുവാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കല ഇതിലെ നമ്മുടെ കലാബോധം എന്ന് പറയുന്നത് സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി, സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതാകണം. അതുപോലെ തന്നെ അയിത്തമടക്കമുള്ള ആചാരങ്ങളെയും ഒക്കെ ജന്മിത്വത്തിനെയൊക്കെ മാറ്റിയെടുക്കാൻ കല ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു സമൂഹത്തെ നാടകങ്ങളുടെയും മറ്റും ഐത്തത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ കലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.